ഹായ് ഗുഡ് മോർണിംഗ് എവറി വൺ, ദിസ് ഇസ് മരിയ ഫ്രം എസ് ടി മൈഗ്രേഷൻ കൺസൾട്ടിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഈയിടെയായി വരുന്ന ആൾക്കാരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, ഓസ്ട്രേലിയയിലേക്കുള്ള മൈഗ്രേഷൻ ചെയ്യാൻ പറ്റുമോ, ഓസ്ട്രേലിയയിലേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമായിട്ടാണ് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നത്. കാരണം ഇന്റർനാഷണലി ഉള്ള മൈഗ്രേഷൻ്റെ കുറേ ഇഷ്യൂസ്, ഓസ്ട്രേലിയയിൽ തന്നെ നടക്കുന്ന ചില പ്രൊട്ടസ്റ്റുകൾ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇത് ഞങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കുള്ള കുറച്ച് ഇൻഫർമേഷൻ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് ഓസ്ട്രേലിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് ഈ ഫിനാൻഷ്യൽ ഇയർ, അതായത് 2025-26 മൈഗ്രേഷന്റെ ടോട്ടൽ പ്ലേസ്മെന്റ്സ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 185,000 ആൾക്കാരെയാണ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഇതിനകത്ത് ചില ഡിലേസ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഡിലേയുടെ കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഓസ്ട്രേലിയയുടെ ഫെഡറൽ ഇലക്ഷൻ നടന്നത് ഈ വർഷം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു. സോ ഗവൺമെന്റിന്റെ ഒരു പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് ഒക്കെ ഫൈനലൈസ് ആയി വരാനായിട്ട് കുറച്ച് സമയമെടുത്തു. അത് കഴിഞ്ഞിട്ട് വന്ന ഇന്റേണൽ ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ റിസോൾവ് ചെയ്യുന്നതിനുള്ള പിന്നീട് കുറച്ച് ഡിലേസ് വന്നു. ആൻഡ് ഇപ്പോഴാണ് ഗവൺമെൻറ് ഒരു ഇൻറ്ററിം അലോക്കേഷൻ ഓരോ സ്റ്റേറ്റിനും ടെറിട്ടറീസിനും അലോക്കേറ്റ് ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെ ബേസിസിൽ സ്റ്റേറ്റ്സും ടെറിട്ടറീസും ഒക്കെ ഇതിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങി. പക്ഷേ ആ ഇൻറ്ററിം അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചൊരു നമ്പർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം മിക്കവാറും സ്റ്റേറ്റ്സ് ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയ ആപ്ലിക്കേഷൻസ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻറ്ററിം അലോക്കേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ വർഷത്തേക്കുള്ള അലോക്കേഷൻ, അതിൻ്റെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ പബ്ലിഷ്ഡ് ആയിട്ടില്ല. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ് കോമൺവെൽത്ത് ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് കൂടുതൽ ആളുകളെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ ഒരു നെഗോഷിയേഷൻ നടക്കുന്നത്. അപ്പം ഇവിടെ എന്താണ് ആസ് എ ഇൻറ്റൻറ്റീവ് മൈഗ്രന്റ് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളുടെ ഒരു ലക്ഷ്യസ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ഓസ്ട്രേലിയ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈഗ്രേഷന്റെ പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പല ആൾക്കാരും വിചാരിക്കുന്നത് ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇപ്പം സ്ലോ ആണ്, അത്ര ആൾക്കാർക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് സ്വന്തമായിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്ത് സ്ലോ ഡൗൺ ആക്കി വെക്കുന്നുണ്ട്. സ്റ്റിൽ ഹെൽത്ത് സെക്ടർ, അതുപോലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, ഇതിലേക്കെല്ലാം ഗവൺമെൻറ് ആളുകളെ ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഓസ്ട്രേലിയയിലുള്ളത്. പക്ഷേ ഈ ഇന്റേണലി ഉള്ള കാര്യങ്ങൾ കൊണ്ട് ഡിലേസ് ആണ്. നമ്മൾ പലപ്പോഴും പല സമയങ്ങളിലും കണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രഡിക്ഷനിൽ ആളുകൾ സ്വന്തമായിട്ട് സ്ലോ ഡൗൺ ചെയ്തു. ഓക്കെ, സ്ലോ ഡൗൺ ചെയ്തപ്പം എന്താണ്, അല്ലെങ്കിൽ ഞാൻ വേണ്ട, ഇവിടേക്ക് എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല എന്ന് വിചാരിച്ച് സ്വന്തമായിട്ട് ചെയ്യാതെ മുന്നോട്ട് പോകാതിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ ഒരു കോവിഡിന്റെ മുന്നേ ഉള്ള സമയത്ത്, അല്ലെ കോവിഡിന്റെ സമയത്ത് ബോർഡർ ക്ലോഷർ വന്ന സമയത്ത് ഒക്കെ ഓസ്ട്രേലിയയിലേക്ക് ആൾക്കാർക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ആ സമയത്തും സ്കിൽ അസസ്മെന്റ്, അല്ലെങ്കിൽ ആപ്പറേറ്റർ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്, ഇംഗ്ലീഷ് ടെസ്റ്റുകൾ, ഇതൊക്കെ എഴുതി റെഡി ആയിട്ട് നിന്ന ആളുകൾ ഓസ്ട്രേലിയയിലേക്ക് ഒരു ഹൈ റിക്വയർമെന്റ് വന്നപ്പോൾ അവർക്കെല്ലാം ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. എന്നാൽ ഇത് ചെയ്യാതിരുന്ന ആളുകൾക്കോ അവർക്ക് അതൊരു നഷ്ടമായിട്ട് വന്നു. പിന്നീട് കോമ്പറ്റീഷൻ കൂടിയപ്പം വീണ്ടും അവരുടെ പ്രോസസ്സിംഗ് ഡിലേ ആയി. അങ്ങനെ പല ആൾക്കാരും ഡ്രോപ്പ് ചെയ്തവരുണ്ട്, ഏജ് എക്സീഡ് ആയിട്ട് ഡ്രോപ്പ് ചെയ്ത ആൾക്കാരുണ്ട്. സോ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഉപദേശം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഹെൽത്ത് സെക്ടറിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആപ്പറ രജിസ്ട്രേഷൻ പോലത്തെ പ്രോസസ്സിങ്ങിലേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിൽ അസസ്മെൻറ്റുകൾ ചെയ്യുക, ഇംഗ്ലീഷ് ലാംഗ്വേജിന് പ്രിപ്പയർ ചെയ്യുക. എപ്പോഴാണോ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അപ്പം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയൻ ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വഴിയായിട്ട് മെയ്റ്റ്സ് വിസ, അതുപോലെ തന്നെ വർക്ക് ഇൻ ഹോളിഡേ വിസ ഒക്കെ പ്രഖ്യാപിച്ചു. 1000 പേർക്കാണ് 462 വിസ പ്രഖ്യാപിച്ചതെന്ന്, 3000 പേർക്കാണ് മെയ്റ്റ്സ് വിസ പ്രഖ്യാപിച്ചത്. ഓക്കെ, ഏകദേശം 75,000 ആൾക്കാരാണ് ഇതിലേക്ക് ബാലറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. 3000 പ്ലസ് 1000, 4000 പേർക്ക് മാത്രം ഉണ്ടായിരുന്ന വിസയിൽ ഇത്രയും പേരാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ലക്കി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു 4000 പേർക്ക് ഓസ്ട്രേലിയ വരാൻ പറ്റി. എനിക്കത് കിട്ടില്ല, ഇത്രയും ആൾക്കാരുണ്ടല്ലോ, കോടിക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ ഇന്ത്യയിൽ എന്ന് വിചാരിച്ച് ചെയ്യാതിരുന്നെങ്കിൽ ഈ കിട്ടിയ 4000 പേർക്ക് ഒരിക്കലും ആ ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നു.
സോ നിങ്ങൾ മാറ്റി വെച്ചെന്നാൽ നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. സോ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താതെ അതിന് വേണ്ട സ്റ്റെപ്സുകൾ ചെയ്ത് വെക്കുക. എപ്പോഴാണോ നിങ്ങൾക്കൊരു അവസരം കിട്ടുന്നത് അപ്പം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ളവർക്ക് ഇപ്പോഴത്തെ പല പല വാർത്തകൾ കേട്ട് ശങ്കിച്ച് നിൽക്കുന്നവർക്കുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. താങ്ക് യു എവ്രി വൺ ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.